പവിത്രത്തിലെ പുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാഷിനെ വിളിക്കണം. നിങ്ങളുടെ മകൻ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ മാഷ് വിചാരിക്കുന്നത് വിക്രമാണെന്നാണ് വിചാരിക്കുന്നത്. മാഷ് പറയാണ്, അതിന് ഞാനെന്ത് വേണം, അതവനൊരു ശീലമല്ലേ എന്ന്. പോലീസ് പറയാണ്, നിങ്ങളുടെ മൂത്ത മകനാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുന്നത്. മൂത്ത മകൻ വിശ്വമാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയുന്നത്. അപ്പം മാഷ് വയ്ക്കുന്നത്, വിശ്വമോ? അപ്പോൾ ഇത് കേട്ടിട്ട് വിനായകൻ, വിഷേട്ടൻ എന്ത് പറ്റി എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് വിനായകൻ സംസാരിക്കുകയാണ് പോലീസിനോട്. അപ്പോൾ പോലീസ് പറയുകയാണ്, അതേടാ മാഷിൻ്റെ മൂത്ത മോൻ, അവനാണ് അച്ഛനെ വിളിക്കാനെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. വിനായകൻ പറയുകയാണ്, വിശ്വട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല, നിങ്ങൾക്ക് ആൾ മാറിയായിരിക്കുമെന്ന്. അപ്പം പോലീസ് SI പറയുകയാണ്, ഇല്ല ആൾ മാറിയതൊന്നുമല്ല, ഓഫീസിൽ നിന്നും 10 ലക്ഷം മോഷണം പോയെന്നുള്ളൊരു പരാതിയുണ്ട്. അത് കിട്ടിയതിൻ്റെ പുറത്താണ് വിശ്വത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിശ്വം പറയുന്ന കഥയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കഥയാണെന്ന് പോലീസ് നമ്മുടെ വിനായകനോട് പറയുകയാണ്. ഇത് ജാമ്യമില്ലാത്ത വകുപ്പാണെന്നും പോലീസ് അറിയിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഇവൻ്റെ അനിയനായ വിക്രമും കൂടെ ചേർന്നാണോ ഇത് നടത്തിയതെന്നും കൂടെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നു. ഇത് നിങ്ങളെ അറിയിച്ചതേ ഉള്ളെന്നും പറഞ്ഞിട്ട് നമ്മുടെ SI ആണ് ഫോൺ അങ്ങ് വെക്കുവാണ്. കമലാമ്മ അപ്പോഴത്തേക്ക് ടെൻഷനായി, എന്താ മാഷേ എന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ വെക്കും. അപ്പോൾ മാഷ് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നത്, ഇല്ല അച്ഛാ, എൻ്റെ വിശ്വട്ടൻ അങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ ഒരിക്കലും വിശ്വട്ടൻ ചെയ്യത്തില്ല എന്ന് നമ്മുടെ ശ്രീജ പറയുകയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, അത് എനിക്കും അറിയാം, അവനൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ലെന്ന്, ഇതാരോ ചതിച്ചതാണെന്ന് മാഷും പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീജ പറയുകയാണ്, ഇന്നലെ രാത്രിയാണ് വിശ്വട്ടൻ ചെയ്യുന്ന ജോലി ചെയ്യുന്ന കമ്പനിയെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. അവിടുത്തെ ഒരു പ്രധാന ഇൻവെസ്റ്റർ നമ്മുടെ വേദയുടെ സഹോദരൻ ശ്രീകാന്ത് ആണെന്നാണ് വിശ്വട്ടൻ ഇന്നലെയാണ് എന്നോട് പറഞ്ഞതെന്ന് നമ്മുടെ ശ്രീജ പറയുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, വിശ്വട്ടനെ കൊടുക്കാൻ വേണ്ടി ഇത് അയാൾ മനഃപൂർവ്വം ചെയ്ത കള്ളക്കേസാണെന്ന് നമ്മുടെ ശ്രീജ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമത്തെയാണ്. വിക്രമവും അവിടെ രാജേട്ടനും എല്ലാവരും കൂടെ വർക്ക്ഷോപ്പിൽ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. രാജേട്ടൻ പറയാം, നീ എന്താ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത്, നീ അവിടെ നിന്ന് ആ കാറിൻ്റെ ക്ലച്ചൊന്ന് മാറ്റി, നാളെ കൊടുക്കാനുള്ളതാണെന്നൊക്കെ രാജേട്ടൻ പറയുന്നത്. അപ്പം വിക്രം പറയാണ്, എനിക്കൊരു മൂഡില്ല, ഇന്ന് ജോലി ചെയ്യാനൊരു മൂഡില്ലെന്ന് വിക്രം പറയുകയാണ്. മൂഡ് വന്നിട്ട് ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഒരു ജോലിയും നടക്കത്തില്ലെന്ന് അനിയൻകുട്ടൻ പറയുകയാണ്. എന്നിട്ട് എന്നെങ്കിൽ രാജേട്ടൻ പറയണം, എന്നെങ്കിൽ വേറെ ആളെ നോക്കാം. അപ്പോൾ അനിയൻകുട്ടൻ പറയാം, രാജേട്ടൻ ഇല്ലാത്ത സമയത്ത് ഇവൻ എല്ലാം ചെയ്യുമായിരുന്നു, അന്നേരം അവനൊരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വിക്രം പറയാം, എന്തെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ജോലി ചെയ്യാൻ ഇറങ്ങുമ്പോഴാണ് ഫോൺ ബെൽ അടിക്കുന്നത്. അപ്പോൾ ഫോൺ ബെൽ അടിക്കുമ്പം നമ്മുടെ വിക്രം എടുക്കുമ്പം തന്നെ നമ്മുടെ ശ്രീജ കരയുകയാണ്. എന്താ ശ്രീജ എടുത്ത് പതിവില്ലാതെ വിളിക്കുന്നത്? അപ്പോൾ ശ്രീജ എടുത്ത് ഭയങ്കര കരച്ചിൽ. എന്ത് പറ്റി എന്ന് നമ്മുടെ വിക്രം ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ വിശ്വട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് പിടിച്ചെന്നും കമ്പനിക്കാരിൽ നിന്ന് 10 ലക്ഷം മോഷ്ടിച്ചെന്ന കേസിലാണ് പോലീസ് പിടിച്ചേക്കുന്നതെന്ന് പറയുന്നത്. അപ്പോഴാണ് ശ്രീജ പറയുന്നത്, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് വിക്രം, അവിടുത്തെ വിശ്വട്ടൻ ജോലി ചെയ്ത കമ്പനിയിലെ ഒരു ഇൻവെസ്റ്റർ നമ്മുടെ വേദയുടെ ചേട്ടനാണ്, ശ്രീകാന്താണെന്ന് പറയുന്നത്. അപ്പം വിക്രം ചോദിക്കുക, ശ്രീകാന്തോ? അത് തന്നെ എന്ന് പറയുകയാണ്. അപ്പം ശരി ശ്രീചേട്ടത്തി, ഞാൻ ഇന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ ഫോണങ്ങ് വെക്കുവാണ്. അപ്പോഴപ്പോഴത്തേക്ക് അങ്ങോട്ട് രാജേട്ടനും മനിയൻകുട്ടനും കൂടെ വന്ന് ചോദിക്കുന്നത്, എന്താടാ വിക്രം എന്ന് ചോദിക്കുകയാണ്. അപ്പം പറഞ്ഞാൽ വിശ്വട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത്. അപ്പം നമ്മുടെ വിഷ്ണു. അപ്പോൾ അതെ, വിശ്വട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്ത്. അനിയൻകുട്ടൻ ചോദിക്കുന്നത്, എന്താ കാര്യം, എന്താ അത്? വിശ്വട്ടൻ ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് 10 ലക്ഷം മോഷ്ടിച്ചെന്നാണ് പരാതി. അപ്പം അനിയൻകുട്ടൻ പറയാം, ആ പാവം 10 ലക്ഷം കണ്ടാൽ തന്നെ ബോധം കിട്ടും, ആ വിശ്വട്ടനെതിരെയാണ് കേസ് കൊടുത്തേക്കുന്നതെന്ന് അനിയൻകുട്ടൻ ചോദിക്കുന്നു. എന്നിട്ട് വിക്രം പറയണം, അത് മാത്രമല്ല, ആ കമ്പനിയാണെങ്കിൽ നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീകാന്തിൻ്റെ കമ്പനിയാണെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ജോലിക്കാരൻ പറയണം, അപ്പം ചുമ്മാ അല്ല, അപ്പം പണി പാലും വെള്ളത്തിൽ തന്നേക്കുക, വിക്രമിന് മാത്രമല്ല വിക്രമിൻ്റെ കുടുംബക്കാർക്ക് മൊത്തത്തിൽ പണി തന്നിരിക്കുകയെന്ന് അയാൾ പറയാണ്. പറയുന്നത്, ഞാനിന്ന് പോയി അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നത്. അപ്പോൾ രാജേട്ടൻ പറയും, ഞാനും കൂടെ വരാം. അപ്പം വിക്രം പറയും, വേണ്ട, രാജേട്ടൻ വരണ്ട, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം, നിങ്ങളുടെ പണി നടക്കട്ടെ എന്ന് നമ്മുടെ വിക്രം പറയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലാണെങ്കിൽ മാഷി പെട്ടെന്ന് തന്നെ ഒരുങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങിയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കമലാമ്മ വന്നിട്ട് പറഞ്ഞ, മാഷേ ഞാനും കൂടെ വരട്ടെ. ശ്രീജയാണെങ്കിൽ അവിടെ കരഞ്ഞ് വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ വിനായകനോട് അച്ഛൻ ചോദിക്കുകയാണ്, നീയല്ലേ വിശ്വന് ആ ജോലി ശരിയാക്കി കൊടുത്ത്, നിനക്കറിയത്തില്ലായിരുന്നോ അത് ആരുടെ കമ്പനിയാണെന്നും ആരാണ് അവിടുത്തെ മാനേജറെന്ന് നിനക്കറിയത്തില്ലേ? അപ്പം വിനായകൻ പറയുന്നത്, എനിക്കറിയത്തില്ലായിരുന്നു വെച്ചാൽ ഒരു സേട്ടുവിൻ്റെ കമ്പനിയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അവിടുത്തെ മാനേജറിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ക്ലയൻറ്റാണ്, അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വിശ്വട്ടൻ്റെ അടുത്ത് ആ വേക്കൻസിയെക്കുറിച്ച് പറഞ്ഞതെന്ന് നമ്മുടെ വിശ്വം പറയുന്നത്. അപ്പോഴത്തേക്ക് അച്ഛനങ്ങ് പോവുകയും ചെയ്തു.
അപ്പോൾ ഉടനെ പിന്നെ നന്ദിനി പറയുകയാണ്, വിനായകേട്ടൻ അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു, പക്ഷേ ഇവൾക്കറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. സ്വന്തം ചേട്ടൻ്റെ കമ്പനി കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ മുഖത്ത് നോക്കി കള്ളം പറയാനെന്ന് പറയുകയാണ്. അപ്പോൾ വേദ പറയാണ്, എനിക്കറിയത്തില്ല നന്ദിനി ഏട്ടത്തി, സത്യമായിട്ട് എനിക്കറിയത്തില്ല. നിനക്കറിയത്തില്ലെന്ന് നീ ഇങ്ങനെ മുഖത്ത് നോക്കി കള്ളം പറയുന്ന എന്തിനാ? ഞങ്ങളാരും വിശ്വസിക്കത്തില്ലെന്ന് നമ്മൾ നന്ദിനി പറയാണ്. ശ്രീചേട്ടത്തിക്ക് അമ്മയ്ക്ക് അല്ലേ ഇവളെ ഭയങ്കര വിശ്വാസം. അതുകൊണ്ട് ശ്രീചേട്ടത്തിക്ക് തന്നെ നല്ല പണി ഇവള് തന്നെന്ന് നമ്മുടെ നന്ദിനിയാണെങ്കിൽ അപ്പോൾ എരികേറ്റി കൊടുക്കുകയാണ് ശ്രീജയ്ക്ക്. അല്ലെങ്കിൽ തന്നെ നീ എന്ത് പറഞ്ഞാലും ഞങ്ങളങ്ങ് വിശ്വസിക്കണം. നീ പകയായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ വിക്രമനോട് മാത്രമാണ് പകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ വിക്രമനോട് മാത്രമല്ല, ഈ കുടുംബത്തിലെ എല്ലാവർക്കോടും നിനക്ക് പകയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞ് നന്ദിനി പറയുകയാണ്. അന്നേരം വേദ വയ്ക്കണം, ഞാൻ എന്ത് ചെയ്തെന്നാണ് നന്ദിനി ഏട്ടത്തി പറഞ്ഞത്? എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ ചേട്ടൻ അങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും അതിൽ ഇൻവെസ്റ്റർ ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ഉള്ളപ്പം ചേട്ടൻ അങ്ങനെ ഒരു കമ്പനി ഇല്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ വിശ്വേട്ടനെ ഞാനാണോ പറഞ്ഞു വിട്ടത്? വിശ്വേട്ടൻ ജോലിക്ക് പോകണം, അവിടേക്ക് ജോലിക്ക് പോകണമെന്ന് വിശ്വേട്ടനെ ഞാനാണോ ഉന്തിത്തള്ളി വിട്ടതെന്ന് വേദ വയ്ക്കണം. അങ്ങനെ വിട്ടത് വിനായകേട്ടനല്ലേ, അപ്പം വിനായകേട്ടനല്ലേ സംശയിക്കേണ്ടതെന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ ആദ്യ പ്രതിയായോ എന്ന് നന്ദിനി ചോദിക്കുകയാണ്. ഞങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം വേദ പറയാണ്, എനിക്കും അത് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനും അത് ചെയ്യത്തുമില്ല, അത് ചെയ്യത്തില്ലെന്ന് എനിക്ക് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ട്രാപ്പാണെന്നും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടെന്നും പറഞ്ഞ് വേദ പറയാണ്. എന്നിട്ട് വേദ വന്നിട്ട് അമ്മയോട് പറയുകയാണ്, ചെയ്യാത്ത തെറ്റിന് വിശ്വട്ടൻ എന്തായാലും ശിക്ഷ അനുഭവിക്കത്തില്ല അമ്മേ. അതുമാത്രമല്ല, ശ്രീചേട്ടത്തി വിഷമിക്കേണ്ട, വിശ്വട്ടന് ഒരു അബദ്ധം വരത്തില്ല എന്ന് പറയാണ്. അത് ഈ വേദയുടെ ഉറപ്പാണെന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ഒരു ഓട്ടോയിൽ വന്ന് നമ്മുടെ വാഷു ഇറങ്ങുന്നു. തൊട്ടുപുറകെ തന്നെ നമ്മുടെ വിക്രമം വന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കയറുന്നുണ്ട്. വന്ന് കയറുമ്പം തന്നെ പോലീസിൻ്റെ അടുത്ത് മാഷ് ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഒരു കേസിൽ പിടിച്ച എൻ്റെ മകൻ വിശ്വത്തെ കാണാനാണ് വന്നതെന്ന്. ആ പുള്ളിയുടെ കാര്യമാണ്. അപ്പം ആ പുള്ളിയുടെ കാര്യമാണെന്ന് പോലീസ് ചോദിക്കുകയാണ്. അയാൾ ചില്ലറ പുള്ളിയല്ലല്ലോ, കുറേ കാശ് അടിച്ച് മാറ്റിയല്ലോ എന്ന് ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആണ് ആ വിശ്വം അവിടെ സെല്ലിൽ കിടക്കുകയാണ്. സെല്ലിൽ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ആണെങ്കിൽ ആ പോലീസുകാരൻ്റെ അടുത്ത് ചോദിക്കണം, എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം, സാറിനോട് ചോദിക്കണം. അപ്പോൾ പോലീസുകാരൻ ചോദിക്കാൻ വേണ്ടി അകത്തോട്ട് വരുന്നു. അപ്പോൾ എസ് ഐ പറയുകയാണ്, ആരാന്ന് ചോദിക്കുമ്പോൾ പറയും, വിശ്വത്തിൻ്റെ അച്ഛനും അനിയനും എന്ന് പറയും. എന്നെങ്കിൽ അയാളെ കണ്ടിട്ട് സംസാരിച്ചിട്ട് വരാൻ പറയുകയാണ് ഇങ്ങോട്ട്. അങ്ങനെ ആ പോലീസുകാരൻ വന്ന് മാഷിനോട് പറയുകയാണ്, കണ്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം നമ്മുടെ വിശ്വത്തിനെ കാണാൻ മാഷും നമ്മുടെ വിക്രമും കൂടെ വന്നിരിക്കുകയാണ്. എന്ത് പറ്റി വിശ്വേട്ടാന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ പാവം വിശ്വം പറയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് പേടിയാവുന്നു, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കാം, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, അവരെന്നെ ട്രാപ്പിലാക്കിയത്. അപ്പം നമ്മുടെ വിക്രം ചോദിക്കുകയാണ്, ആ കമ്പനിയിലെ ഇൻവെസ്റ്റർ ആരാണ്? അപ്പം വിശ്വാനാണെങ്കിൽ ഇങ്ങനെ മടിച്ച് പറയണം, അത് നമ്മുടെ വേദയുടെ ചേട്ടനാണെന്ന്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു, കുറച്ച് ദിവസത്തിന് മുമ്പാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയുന്നു. ആദ്യമായിട്ട് സേട്ടുവിൻ്റെ കമ്പനിയിലാണെന്നും പറഞ്ഞാണ് ഞാൻ ജോലി ചെയ്തത്. അത് കഴിഞ്ഞ് 3-4 മാസത്തിന് മുമ്പ് നമ്മുടെ ശ്രീകാന്ത് ആ കമ്പനി ഏറ്റെടുത്തതെന്ന് നമ്മുടെ വിശ്വം പറയുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രം പറയുകയാണ്, അവസാനം അയാൾ എല്ലാ പണിയും കൂടെ ഒരുമിച്ച് തന്നല്ലോ വിശ്വട്ടാന്ന് വിക്രം പറയുകയാണ്. അപ്പോൾ വിശ്വം പറയുകയാണ്, എന്നെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കുക. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഞങ്ങളത് ഇൻസ്പെക്ടറുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അകത്തോട്ട് ചെല്ലുകയാണ്. അകത്തോട്ട് ചെല്ലുമ്പം നമ്മൾ ഇൻസ്പെക്ടർ വാ എന്നും പറഞ്ഞിട്ട് കളിയാക്കി പറയുകയാണ്. അപ്പം അവരങ്ങോട്ട് വന്നിട്ട് അവരങ്ങോട്ട് വരുമ്പോൾ മാഷ് ചോദിക്കുന്നുണ്ട്, മാഷ് പറയുന്നുണ്ട്, എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, ഒരിക്കലും മറ്റുള്ളവരെ കാശ് എടുക്കത്തില്ലെന്ന് പറയുകയാണ്. അപ്പം ഇൻസ്പെക്ടർ പറയുകയാണ്, ഇത് കമ്പനിയിൽ നിന്ന് വന്ന കേസാണ്, അവരുടെ 10 ലക്ഷം രൂപ അനിയൻ 10 ലക്ഷം രൂപ മോഷണം പോയെന്നാണ് അവർ പറയുന്നത്. ചേട്ടൻ മോഷണ കുറ്റവും അനിയന് ഗുണ്ടായുസും. അപ്പം മാഷിനെ അടുത്ത് എന്ത് പരിപാടിയാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പം വിക്രം സാറേന്നും പറഞ്ഞ് ദേഷ്യം ചെല്ലുമ്പം മാഷിങ്ങനെ വിക്രം എന്ന് വിളിക്കുമ്പോൾ വിക്രം അവിടെ നിൽക്കുകയാണ് കാണിക്കുന്നത്. പിന്നെ അപ്പം പോലീസ് എസ് ഐ പറയുകയാണ്, ഇവിടെ കിടന്ന് എന്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾ ഇനിയിപ്പോൾ കുറ്റപത്രം ഞാനിപ്പോൾ കോടതിയിൽ സമർപ്പിക്കും, അപ്പോൾ അവിടുന്ന് നിങ്ങൾ ജാമ്യം ഇടിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ശ്രീകാന്ത് സാറാണ് അതിൻ്റെ ഓണർ, അദ്ദേഹമായിട്ട് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ കോംപ്രമൈസ് ആവുക, അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ കൊടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല മാഷ് പൊക്കോളം പറയുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് പോലീസുകാരുടെ അടുത്ത് പറയുകയാണ്, ഇവരെ പിടിച്ച് പുറത്താക്കും. അപ്പം വിക്രം പറയുന്നത്, പിടിച്ച് പുറത്താക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ പൊക്കോളാം എന്നും പറഞ്ഞാൽ അവർ പുറത്തേക്ക് വേണം. പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ വിഷയത്തിനെ വീണ്ടും കാണുകയാണ്. അപ്പോൾ അച്ഛ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ മാഷ് പറയുകയാണ്, മേൽക്കൂരയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരം എത്ര വളർന്നാലും വെട്ടിമാറ്റിയില്ല, താൻ തന്നെ സ്വന്തമായിട്ട് വളർത്തിയാന്നും പറഞ്ഞ് വെട്ടിമാറ്റിയില്ല, അതിൻ്റെയാണ് നീയും കൂടെ അനുഭവിക്കുന്നതെന്നും പറഞ്ഞ് മാഷ് അങ്ങ് പോവുകയാണ്.
അപ്പം വിക്രമിന് മനസ്സിലായി, വിക്രമിനെ കുറിച്ചാണ് പറയുന്നത്. വിക്രം വന്നിട്ട് പറയുകയാണ്, എനിക്ക് വെച്ച പണിയാണ് ചേട്ടാ, അതിൽ ചേട്ടൻ വന്ന് പെട്ടതാണ്. ഒരിക്കലും എനിക്ക് വേണ്ടി വിശ്വട്ടനൊരിക്കലും ജയിലിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് നമ്മുടെ വിക്രം പറയുകയാണ്. ഇത്രയും പറഞ്ഞ് വിക്രം അങ്ങ് പോവുകയാണ്. വിശ്വൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. വീട്ടിലാണെങ്കിൽ ഉമ്മറത്ത് ഇങ്ങനെ വിനായകൻ ഇരിക്കുന്നത്, അങ്ങോട്ടേക്ക് അച്ഛൻ വരുന്നു, കൂടെ വിക്രമും ബൈക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ട് നമ്മുടെ കമലമ്മയും ശ്രീജയൊക്കെ ഓടി വരികയാണ്. അവനെ കണ്ടോ മാഷേ, അവൻ എന്ത് പറഞ്ഞ്, അവൻ്റെ കേസ് എന്തുവാന്നൊക്കെ കമലമ്മ ചോദിക്കുന്നു. അപ്പം പറയുകയാണ്, അവൻ്റെ കമ്പനിയിൽ നിന്ന് 10 ലക്ഷം രൂപ എടുത്തെന്നാണ് കേസ്. പാവം പേടിച്ച് വിറച്ച്, ആദ്യമായിട്ടല്ലേ സെല്ലിൽ കിടക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തന്നെ ആദ്യമായിട്ടല്ലേ, പാവം പേടിച്ച് വിറച്ച് എന്ത് ചെയ്യണമെന്നും അറിയാതിരിക്കുകയാണ്. എന്നിട്ട് വിക്രമിനെ തൊട്ട് പറയുകയാണ്, ഇവനോടുള്ള ദേഷ്യം കൂടി ആ SI അവൻ്റെ ദേഹത്ത് തീർക്കുമെന്ന് അറിയത്തില്ല എന്ന് മാഷ് പറയുകയാണ്. വിക്രം ശ്രീചേട്ടത്തിനടുത്ത് പറയാണ്, ശ്രീചേട്ടത്തി, നിങ്ങൾക്ക് ആ കമ്പനി ഇവരുടെ ചേട്ടൻ്റെ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പോവാതിരുന്നൂടായിരുന്നോ? എങ്ങനെയെങ്കിലും നമുക്കിട്ട് പണി തരണമെന്നും പറഞ്ഞിരിക്കുന്നവരല്ലേ, അത് നമുക്ക് അറിഞ്ഞൂടായോ? അപ്പം പിന്നെ ശ്രീജ പറയും, വിശ്വട്ടൻ തന്നെ അറിഞ്ഞത് 3-4 ദിവസത്തിന് മുമ്പാണ്, ഇന്നലെയാണ് എന്നോട് പറഞ്ഞത്. അപ്പം അച്ഛൻ പറയാണ്, അപ്പോഴെങ്കിലും എന്നോട് പറഞ്ഞൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രം പറയാണ്, പോകുന്ന കമ്പനിയിലെ മാനേജ്മെൻറ്റ് എന്തോന്നറിയണം, ആരാണ് അവരുടെ ഓണർ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടല്ലേ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് പോകാവൂ എന്ന് നമ്മുടെ വിക്രം ശ്രീജയുടെ അടുത്ത് ചോദിക്കുന്നു. ശ്രീജ പറയാണ്, വിനായകനല്ലേ ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞത്, അപ്പം പിന്നെ അതിനെക്കുറിച്ചൊരു സംശയം വേണ്ട. വിനായകൻ ഒരിക്കലും ഒരു ചീത്ത കമ്പനിയെക്കുറിച്ച് പറയത്തില്ലല്ലോ. എപ്പോഴും വിനായകൻ ഒരിക്കലും വിശ്വട്ടനെ കൊണ്ടത് കുഴി ചാടിക്കത്തില്ലെന്ന് വിചാരിച്ചാണ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്. അപ്പം വിനായകൻ പറയാണ്, എനിക്കും അറിയത്തില്ലായിരുന്നു, ഒരു സേട്ടിൻ്റെ കയ്യിലായിരുന്നു കമ്പനി, സേട്ടിൻ്റെ കമ്പനിയാണെന്നും പറഞ്ഞാണ് അവിടെ വേക്കൻസി ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാനതാണ് വിശ്വട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, അതിൽ കൂടുതലൊന്നും എനിക്കും അറിഞ്ഞൂടാന്ന് നമ്മുടെ വിനായകനും പറയുകയാണ്. വിക്രം പറയാണ്, എനിക്കറിയാം എന്താ വേണമെന്ന്, ഇവിടെ ചേട്ടനെ കൊണ്ടുതന്നെ ഞാൻ ഈ കേസ് പിൻവലിപ്പിക്കും. അപ്പം നമ്മുടെ മാഷ് ചോദിക്കുന്നു, ഇനി അടുത്ത പ്രശ്നത്തിലോ, നീ കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്, നീ എങ്ങനെ കേസ് പിൻവലിക്കും? അയാളെ ഭീഷണിപ്പെടുത്തി കേട്ടോ, അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് കേസ് പിൻവലിച്ചില്ല, വീണ്ടും ഓരോരോ ദുരിതങ്ങളുണ്ടാക്കുമോ എന്ന് പറയും. അപ്പം നന്ദിനി ഉടനെ പറയുകയാണ്, വിക്രമിനെ കുറ്റം പറയുന്നത് എന്തിനാണ്, ഇതിനെല്ലാം കാരണക്കാരി വേദയാണെന്ന് പറയണം. അപ്പം അച്ഛൻ പറയാം, നിനക്കിപ്പോൾ എങ്ങനെ വിക്രമിനോട് സ്നേഹം വന്നെന്നും വിക്രമിനെ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലായെന്ന് നമ്മുടെ മാഷ് പറയുകയാണ്. ഇവൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി കൊണ്ടാണ് വീട്ടിലുള്ളവർ ഓരോരോ ദുരിതത്തിലേക്ക് എത്തുന്നതെന്ന് മാഷ് പറയുകയാണ്. അപ്പം കമലമ്മ ചോദിക്കുകയാണ്, എൻ്റെ വിശ്വത്തിനെ പുറത്തിറക്കാൻ പറ്റുമോ മാഷേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ വേദ പറയാണ്, അമ്മ പേടിക്കേണ്ട, വിശ്വട്ടനൊന്നും സംഭവിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പ് തരുന്നെന്നും പറഞ്ഞു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.